സൈലം റെയിൽവേസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ NTPC അണ്ടർ ഗ്രാജുവേറ്റ് ഷിഫ്റ്റ് 1 and 2 ഇപ്പൊ അവസാനിച്ചിട്ടുണ്ട്. അപ്പൊ ഉച്ചയ്ക്ക് 2:15 NTPC അണ്ടർ ഗ്രാജുവേറ്റ് ഷിഫ്റ്റ് 2 കൂടി അവസാനിച്ചു. സോ ഈ രണ്ട് ഷിഫ്റ്റിലെയും നമുക്ക് അറിയാൻ പറ്റിയിടത്തോളം ഡാറ്റാസ് വെച്ചിട്ടുള്ള ഒരു അനാലിസിസ് വീഡിയോ ആണിത്. അപ്പൊ നമ്മള് എക്സാം മൊത്തത്തിൽ ഒരു അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു ഈസി ടു മോഡറേറ്റ് എക്സാം ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന എക്സാം ആണെന്നാണ് ആസ്പിറൻസിന്റെ അടുത്ത് പറയാൻ സാധിച്ചത്. ഈസി ടു മോഡറേറ്റ് ആണ് എക്സാം ലെവൽ എന്ന് പറയുന്നത്. ഇനി ഒരു ആവറേജ് അറ്റംപ്റ്റ് വരുന്നത്, ആവറേജ് അറ്റംപ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 65 to 75 അറ്റംപ്റ്റ്സ് ആണ് ആവറേജ് അറ്റംപ്റ്റിലേക്ക് വരുന്നത്. ഇനി നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ, ഓരോ സബ്ജക്റ്റ് വെച്ച് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോ എല്ലാ സബ്ജക്റ്റും എടുക്കാം. ലൈക്ക് ഇപ്പോ ജനറൽ അവയർനെസ്, കൂടാതെ ഇപ്പൊ നമ്മൾ എടുക്കുകയാണെങ്കിൽ മാത്സ്, ജനറൽ അവയർനെസ്, മാത്സ് ആൻഡ് റീസണിങ്. ജനറൽ അവയർനെസ്, മാത്സ്, റീസണിങ്. ജനറൽ അവയർനെസ്, മാത്സ് ആൻഡ് റീസണിങ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ജനറൽ അവയർനെസ്, മാത്സ് ആൻഡ് റീസണിങ് സബ്ജക്റ്റുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ജനറൽ അവയർനെസ്, അതായത് ജനറൽ അവയർനെസ് വരുന്ന നമ്മുടെ GK പോർഷൻ, നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ്, അതായത് GK, ഹിസ്റ്ററി, പൊളിറ്റി, കറണ്ട് അഫയേഴ്സ്, ജനറൽ സയൻസ്, ഈ ടോപ്പിക്കുകൾ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. നമ്മൾ ആരും അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാത്ത ഏരിയ ആണ് അല്ലെ. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം റാങ്ക് ഡിറ്റർമൈനിങ് ഫാക്ടർ ആണ് GK എന്ന് പറയുന്ന ടോപ്പിക്. സോ ഇത് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പഠിക്കേണ്ടതായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ GK നമ്മൾ സ്റ്റഡി മോർ, കവർ മോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മൾ GK എന്ന് പറയുന്ന സബ്ജക്റ്റിന് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ സബ്ജക്റ്റ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, ലൈക്ക് മാത്സിൽ നിന്നും നമ്മളെടുത്ത് ആവറേജ് പ്രോബ്ലംസിൽ നിന്നും 1 to 2 ക്വസ്റ്റ്യൻസ് ഇപ്പൊ കഴിഞ്ഞ ഷിഫ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ SICI സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നിന്നും 2 to 3 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ അഡ്വാൻസ്ഡ് മാത്സിൽ നിന്നും 2 to 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഏജ് പ്രോബ്ലംസ്, അഡ്വാൻസ്ഡ് മാത്സിൽ തന്നെ ട്രിഗ്നോമെട്രി, ഇതൊക്കെ നമുക്ക് എക്സാമിന് ഇത്രയും ടോപ്പിക്കുകളാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. അപ്പൊ ആവറേജ് പ്രോബ്ലംസ്, SICI, അഡ്വാൻസ്ഡ് മാത്സ്, ഏജ് പ്രോബ്ലംസ്, ട്രിഗ്നോമെട്രി എന്നിവയിൽ നിന്നെല്ലാം തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുണ്ട്. ഇനി റീസണിങ്ങിന്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും ഡയറക്ഷനിൽ നിന്നും ഒരു 2 to 3 ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. നെക്സ്റ്റ് സീറ്റിംഗ് ആൻഡ് അറേഞ്ച്മെന്റ് എപ്പോഴും അരുൺ സാറും പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മുടെ റെയിൽവേക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണെന്ന് അരുൺ സാർ പല പ്രാവശ്യം ലൈവുകളിലും ഒക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. സീറ്റിംഗ് ആൻഡ് അറേഞ്ച്മെന്റ് നമുക്കൊരു 3 to 4 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. പിന്നെ ആൽഫബറ്റിക്കൽ ഓർഡറിംഗിൽ നിന്നും 3 to 4 ക്വസ്റ്റ്യൻസ്. കോഡിംഗ് ആൻഡ് ഡീകോഡിംഗിൽ നിന്നും 3 to 4 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. ഇനി GK ടോപ്പിക്കിൽ നിന്നും, GK എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുറെ സബ്ജക്റ്റുകൾ ഉണ്ട് അല്ലെ. അതായത് ഹിസ്റ്ററി, പൊളിറ്റി, എക്കണോമിക്സ്, ജിയോഗ്രഫി നമുക്കറിയാം. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്കറിയാം CA, കറണ്ട് അഫയേഴ്സ് ഉണ്ട്, സയൻസ് ഉണ്ട് അല്ലെ, ജനറൽ സയൻസ് GS. ഇത്രയും ടോപ്പിക്കുകൾ നമ്മുടെ GKന്റെ ഉള്ളിൽ വരുന്നതാണ്. അപ്പൊ ഹിസ്റ്ററി, പൊളിറ്റി, എക്കണോമിക്സ്, ജിയോഗ്രഫി എന്നീ സബ്ജക്റ്റുകൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് സയൻസ് ആദ്യം എടുത്തു നോക്കാം. സയൻസിൽ നിന്നും നമുക്ക് അറിയാൻ സാധിച്ചത് ഒരു ബയോളജിയിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ്, പല ഷിഫ്റ്റിലും ബയോളജിയിൽ 2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. കൂടാതെ കെമിസ്ട്രിയിൽ നിന്ന് 1 ക്വസ്റ്റ്യൻ ആണ്. അത് പീരിയോഡിക് ടേബിളിൽ നിന്നാണെന്ന് കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്. പീരിയോഡിക് ടേബിളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, CAന്റെ ഭാഗത്ത് നിന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ CA വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ ഏത് എക്സാം ആണെങ്കിലും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നതാണ് CA എന്ന് പറയുന്നത് അല്ലെ. സോ CAയിൽ നിന്നും
പൊതുവെ റെയിൽവേ എക്സാമിന് ചോദിക്കുന്ന പോലെ തന്നെ 2024 2025 ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പൊ 2024-25 ഭാഗത്ത് നിന്നും ഇൻഡെക്സുകൾ, ഏത് ഇൻഡെക്സ് ആണ് ചോദിച്ചതെന്ന് അറിയാൻ പറ്റിയിട്ടില്ല. ഇൻഡെക്സ് അപ്പോയിന്റ്മെന്റ്സ്, സ്കീംസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, സ്കീംസ്, പിന്നെ ഇമ്പോർട്ടന്റ് ഡേയ്സ് ആൻഡ് തീം. ഇമ്പോർട്ടന്റ് ഡേയ്സ് ആൻഡ് തീംസ് ആണ് മേജർ ആയിട്ടും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. പിന്നെ എക്കണോമിക്സിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹിസ്റ്ററിയിലേക്ക് പോകുമ്പോൾ വേദാസിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുണ്ട്. ഒറ്റ മിനിറ്റ്. ഹിസ്റ്ററിയിൽ നിന്നും വേദാസിൽ നിന്നും ക്വസ്റ്റ്യൻ, വേദിക് ഏജ്, ഹിസ്റ്ററിയിൽ നിന്നും വേദാസ്, ഏറ്റവും ഓൾഡസ്റ്റ് വേദ ഏതാണ് എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടുണ്ട്. കൂടാതെ മാത്സിന്റെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും റേഷ്യോ ആൻഡ് പ്രപ്പോർഷനിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ. പൊളിറ്റിയിൽ നമ്മൾ നോക്കുമ്പോൾ എവിടെ പോയി, നമ്മുടെ ആർട്ടിക്കിൾ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടുണ്ട്. അമെൻമെന്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ ഹെഡ് ക്വാർട്ടേഴ്സുകൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഹെഡ് ക്വാർട്ടേഴ്സ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ, പിന്നെ യുനെസ്കോ, അങ്ങനെ ഹെഡ് ക്വാർട്ടേഴ്സ്, സ്റ്റാറ്റിക് GK പോർഷനിൽ നിന്നും ഹെഡ് ക്വാർട്ടേഴ്സ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കുക. അതായത് ടോട്ടൽ ഒരു കറണ്ട് അഫയേഴ്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് അത്യാവശ്യം നല്ലൊരു പോർഷൻ GKയിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ട്രിഗ്നോമെട്രി നമ്മൾ ഓൾറെഡി മാത്സിൽ നിന്നും കണ്ടതാണ്. റെഡി? അപ്പോ GK നമ്മൾ ഈ എക്സാം എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, GK പോർഷൻസ് ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം GK പോർഷൻസ് നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് കിട്ടുന്നത്, നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യനാണ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് വേഗം ആൻസർ ചെയ്യുക GK പോർഷൻസ്. റെഡി? അപ്പൊ 2024-25 വർഷത്തെ CA ആണ് നമ്മൾ മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്യേണ്ടത്. കൂടാതെ കമ്പ്യൂട്ടറിൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടായി എന്നുള്ളത് കാര്യം ശ്രദ്ധിക്കുക. കമ്പ്യൂട്ടറിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. നമ്മുടെ NTPC ഗ്രാജുവേറ്റ് ലെവലിൽ നിന്നും കമ്പ്യൂട്ടറിൽ നിന്നും നല്ലൊരു വിഭാഗം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അണ്ടർ ഗ്രാജുവേറ്റിന്റെ 1 ക്വസ്റ്റ്യൻ നമ്മൾ ഷിഫ്റ്റുകളിൽ കണ്ടു എന്നാണ് കുട്ടികൾ പറഞ്ഞിട്ടുള്ളത്. അത് കൂടാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഗ്രാജുവേറ്റിന്റെ അത്രയും ടഫ്നെസ് ഉണ്ടായിരുന്നില്ല അണ്ടർ ഗ്രാജുവേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് അറിയാൻ സാധിച്ചത്. ഇപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ചോദിച്ചിട്ടുണ്ട്. അത് കൂടാതെ തന്നെ നമ്മുടെ കറണ്ട് ഡയറക്ടർ ഓഫ് CBIന്റെ ഡയറക്ടർ പ്രവീൺ സൂഡാണ് എന്ന് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതാണ്. RBIയുടെ ഡെപ്യൂട്ടി ഗവർണർ പൂനം ഗുപ്ത, അത് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നമ്മൾ എപ്പോഴും പറഞ്ഞതാണ് ഡൽഹിയുടെ CM, നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളിൽ പറഞ്ഞതാണ് രേഖ ഗുപ്ത, നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സ്പോർട്സിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ. വിച്ച് ടീം won 2025 വുമൺ പ്രീമിയർ ലീഗ് securing their second title in 3 seasons? മുംബൈ ഇന്ത്യൻസ്. ഓക്കെ, നെക്സ്റ്റ് ജലം റിവറിന്റെ ഒറിജിൻ, 26th ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോയിന്റ്മെന്റിൽ നിന്നും നല്ലൊരു ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്നുള്ള കാര്യം ആലോചിക്കുക. ആർട്ടിക്കിൾ 40 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ടു ഗ്രാമപഞ്ചായത്ത് ആണ് അല്ലെ. പിന്നെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവ, സ്വിറ്റ്സർലൻഡ് ആണ് എന്നുള്ള കാര്യം. വിച്ച് ഈസ് ദ ലോങ്സ്റ്റ് റെയിൽവേ ടണൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ വാട്ട് ഈസ് ദ 61th അമെൻഡ്മെന്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഫസ്റ്റ് വുമൺ ഗവർണർ ആരാണ്? ഇതേപോലെയുള്ള നിറയെ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വിച്ച് ഈസ് ദ ഓൾഡസ്റ്റ് വേദ? ഋഗ്വേദ നമ്മൾ ഓൾറെഡി കണ്ടു. 38th നാഷണൽ ഗെയിം നടന്നത് ഏതാണ്? ഡെറാഡൂൺ. അപ്പൊ ഇതിൽ നമുക്കറിയാം സ്പോർട്സിൽ നിന്നും CA സെഷൻ വരുമ്പോൾ സ്പോർട്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ സയൻസ്, ഫിസിക്സിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഫിസിക്സിൽ നിന്നും ഷിഫ്റ്റുകൾ ഒരു ക്വസ്റ്റ്യൻ ഫിസിക്സിൽ നിന്നും കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഹൗ മെനി വാട്ട്സ് ആർ ഹോഴ്സ് പവർ ഈക്വൽ ടു, അതായത് വാട്ട്സിൽ എത്ര വാട്ട് 1 ഹോഴ്സ് പവർ എന്ന് പറയുന്നത് എത്ര വാട്ട് ആണ് എന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. ഓക്കെ,
അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഷിഫ്റ്റ് 1 and 2 നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് അറിയാനുള്ളത്, കൃത്യമായി ക്ലാസ്സുകൾ ഫോളോ ചെയ്യുന്ന ആസ്പിറൻസ് ആണെങ്കിൽ അവർക്കൊരു ഈസി ടു മോഡറേറ്റ് ലെവൽ എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. കാരണം 65 to 75 വരെ മോഡറേറ്റ് ആവറേജ് അറ്റംപ്റ്റുകൾ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത എക്സാം ആയിരുന്നില്ല ഒരിക്കലും ഷിഫ്റ്റ് 1 and 2 എന്ന് പറയുന്നത്. സോ കൃത്യമായി പഠിക്കുകയാണെങ്കിൽ, പഠിച്ച് വന്നിട്ടുള്ള ആസ്പിറന്റ് ആണെങ്കിൽ നമ്മുടെ ബാച്ച് കൊണ്ട് ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്കുള്ള വിശ്വാസമാണ്. CA-ലൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് എല്ലാം വന്നിരിക്കുന്നത്. ബാക്കി എല്ലാ സബ്ജക്റ്റുകളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ എനിക്ക് നിങ്ങളടുത്ത് ഓർമ്മിപ്പിക്കാനുള്ള കാര്യമാണ് നമ്മുടെ RRB റെഗുലർ ബാച്ചിന്റെ കാര്യം. കാരണം നമുക്കറിയാം NTPC എക്സാം അല്ലെങ്കിൽ RPFSI, ALP, ഗ്രൂപ്പ് ഡി ഈ പരീക്ഷകളെല്ലാം തന്നെ അടുത്ത വർഷവും ഇതേപോലെ റിപ്പീറ്റ് ചെയ്യും എന്നുള്ള കാര്യം അല്ലെ. സോ അതിനു വേണ്ടി നിങ്ങളെ പ്രിപ്പയർ ചെയ്യിക്കാനായി നമ്മുടെ RRB റെഗുലർ ബാച്ച് ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ക്ലാസ്സുകൾ 11-ാം തീയതി ഓഗസ്റ്റ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 3999 ആണ് ബാച്ച് ഫീ എന്ന് പറയുന്നത്. കാരണം ഈ ഒരു എക്സാമിന്റെ ഒക്കെ ഒരു ലെവൽ കാണുമ്പോൾ നമുക്കറിയാം, നമ്മൾ വൃത്തിയായി പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും അടിച്ചെടുക്കാൻ പറ്റുന്ന എക്സാം തന്നെയാണ് നമ്മുടെ NTPC ആണെങ്കിലും, NTPC അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിലും, ഗ്രാജുവേറ്റ് ആണെങ്കിലും, ഗ്രൂപ്പ് ഡി ആണെങ്കിലും എല്ലാം തന്നെ. സോ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക. റെയിൽവേയിൽ ഒരു ഉദ്യോഗസ്ഥനാവുക അല്ലെങ്കിൽ റെയിൽവേ ജോലിയാണ് നമ്മുടെ സ്വപ്നമെങ്കിൽ ജോയിൻ ചെയ്യുക. കാരണം പലപ്പോഴും റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോഴാണ് നമ്മളൊന്ന് ഫാസിനേറ്റഡ് ആവുന്നത് അല്ലേ, അയ്യോ ഇതെങ്ങനെ ഈ ജോലി കിട്ടുന്നു എന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സോ ഒട്ടും പഠിക്കേണ്ട. RRB കണ്ടക്ട് ചെയ്യുന്ന എല്ലാ എക്സാമുകൾ വഴിയാണോ, RRB കണ്ടക്ട് ചെയ്യുന്ന ഓരോ എക്സാമുകൾ വഴിയാണ് ഓരോ പോസ്റ്റിലേക്ക് എത്തുന്നത്. സോ ആ ജോലിയിലേക്ക് എത്താൻ നിങ്ങൾ ജോയിൻ ചെയ്യുക RRB റെഗുലർ ബാച്ചിലേക്ക്. അപ്പൊ നമുക്കിനി ബാച്ചിൽ കാണാം. അപ്പൊ താങ്ക് യു.